നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നടന്ന കേരളത്തിലെ നേതാക്കന്മാരുടെ യോഗത്തിൽ വെച്ച് വി.ഡി. സതീശനെതിരെ AICC ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുള്ള നേതാവുമായ ദീപാദാസ് മുൻഷി അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. AICC വിളിക്കുന്ന യോഗങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല വി.ഡി. സതീശൻ. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ മുങ്ങുകയാണ്. ഇത് ഒരിക്കലും ഒരു നേതാവിന് ചേർന്ന ഗുണമല്ല. കേരളത്തിലെ പുതിയ കോൺഗ്രസിന്റെ നേതൃത്വവുമായി വലിയ അകൽച്ചയിലാണ് വി.ഡി. സതീശൻ എന്ന ആരോപണവും യോഗത്തിലുണ്ടായി. സണ്ണി ജോസഫ്, KPC പ്രസിഡന്റ് സണ്ണി ജോസഫും വി.ഡി. സതീശനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധി വി.ഡി. സതീശന് ചില നിർദ്ദേശങ്ങൾ നൽകി എന്ന വാർത്തയും പുറത്തു വരുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ എല്ലാവരുമായും ഒന്നിച്ചു പോകാൻ വി.ഡി. സതീശൻ തയ്യാറാകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളും പുറത്തു വരികയാണ്. വി.ഡി. സതീശനെ പിന്തുണച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് പോലും രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം KPCCയുടെ പുനഃസംഘടനയിൽ തന്നെ പാടെ അവഗണിച്ചു എന്നുള്ള പരാതി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസവും നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. KPCC വൈസ് പ്രസിഡന്റുമാർ, KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ ജംബോ പട്ടിക തയ്യാറാക്കിയപ്പോൾ പോലും തന്നോട് ഒരു പ്രതികരണമോ തന്നോട് ഒരു അഭിപ്രായമോ ചോദിച്ചില്ല എന്ന് വി.ഡി. സതീശൻ പറയുന്നു. എന്നാൽ ഇതിനെ കൃത്യമായി തന്നെ പ്രതിരോധിച്ചു KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്. 2-3 തവണ വി.ഡി. സതീശനോട് അഭിപ്രായം തേടിയെന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധി എന്നതിനപ്പുറം വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വെട്ടിയൊതുക്കിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. KPCC നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു വി.ഡി. സതീശനെ. അതിനൊപ്പം തന്നെ AICCക്കും ഹൈക്കമാൻഡിനും വി.ഡി. സതീശനെ അത്ര പഥ്യമല്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. AICC ജനറൽ സെക്രട്ടറി ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ വെച്ച് വി.ഡി. സതീശന്റെ പേരെടുത്ത് പറയാതെ എന്നാൽ വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ വലിയ ഒരു ആക്ഷേപം, വലിയൊരു ആരോപണം, അത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കാരണം ഇത്രത്തോളം രൂക്ഷമായ വിമർശനം വി.ഡി. സതീശനെതിരെ ആ യോഗത്തിൽ ഉണ്ടാകുമെന്ന് കേരളത്തിൽ നിന്ന് പോയ ഒരു നേതാവും കരുതിയതല്ല. ഇതിനൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ മറ്റു ചില പരാതികൾ കൂടി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് തുടങ്ങിയവർ അധികാരമേറ്റതിന് പിന്നാലെ അനാവശ്യമായി അവർ സംഘടനാ കാര്യങ്ങളിൽ ഇടപെടുന്നു. KPC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സണ്ണി ജോസഫിന്റെ അനുഭവക്കുറവ് മുതലെടുക്കുകയാണ് ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും. ഇത് പാർട്ടിയുടെ സുഗമമായ മുന്നോട്ടു പോക്കിന് വലിയ തടസ്സമുണ്ടാക്കുന്നു എന്നാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ പരാതിയായി അറിയിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധിയും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ഒരുക്കുന്നതിനായി ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങിയവരടങ്ങിയ ഒരു ചെറു കമ്മിറ്റിയായിരിക്കും കോർ കമ്മിറ്റിയായി രൂപീകരിക്കുക. ഈ കോർ കമ്മിറ്റി കൃത്യമായ ചില പദ്ധതികളിലൂടെ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാകിയ തീരുമാനം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, UDF അധികാരത്തിൽ വന്നാലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് 100% ഉറപ്പിച്ച് പറയാം. കാരണം കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൽ തന്നെ വി.ഡി. സതീശനോട് വലിയ താല്പര്യമില്ല. ഇപ്പോഴിതാ ഹൈക്കമാൻഡിന് പോലും വി.ഡി. സതീശനെ വേണ്ടതായിരിക്കുന്നു. പാർട്ടിയിൽ ഒറ്റപ്പെട്ട് ഏകനായി കഴിയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ.